ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് കിളികളെ സെയിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സെയിലാക്കുന്നത് വേറൊന്നുമല്ല, വേറൊരു വെറൈറ്റി ലവ് ബേർഡിനെ തന്നെ മേടിക്കാനാണ്. അങ്ങനെ നമ്മുടെ കിളികളെ എല്ലാം പിടിച്ചത് അക്വേറിയം കട കൊണ്ടിട്ടിട്ടുണ്ട്. സെയിലാക്കാൻ തീരെ മനസ്സില്ല, പക്ഷെ നമുക്ക് മേടിക്കാനുള്ള ഒരു കിളിയെ കണ്ടപ്പോൾ എന്തായാലും സെയിലാക്കിയിട്ട് അവരെ മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സെയിലാക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്ന ഫുൾ വൈറ്റ് ആൽബിനോ ലവ് ബേർഡ്സിനെയാണ് കേട്ടോ നമ്മൾ മേടിക്കാൻ പോകുന്നത്. ആൽബിനോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇവരുടെ കണ്ണ് ചുമന്ന കണ്ണാണ് കേട്ടോ. ഈ കൂട്ടി കിടക്കുന്ന 5 നോർമൽ ലവ് ബേർഡ്സിനെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത്. അവർ മാത്രമല്ല, ഇവിടെ വേറെ കുറെ ലവ് ബേർഡ്സും അതുപോലെ നമ്മുടെ കൊക്കറ്റയിലും അവൈലബിൾ ആണ്. അത്യാവശ്യം എഗ്ഗിയാൻ പ്രായമായിട്ടുള്ള ഒരു ലൂട്ടിനോ കൊക്കറ്റയിലും അതുപോലെ തന്നെ 3 ഗ്രേ കളർ കൊക്കറ്റയിലും ആണ് കേട്ടോ കിടക്കുന്നത്. അതുപോലെ ഗ്രേ കളർ കൊക്കറ്റയിൽസിന്റെ 2 കുഞ്ഞുങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ഇണക്കി വളർത്താനാണെങ്കിൽ ഈ പ്രായത്തിൽ എടുക്കുകയാണെങ്കിൽ ഇവരെ നല്ലതായിട്ട് ഇണക്കി വളർത്താനും പറ്റും. കൊക്കറ്റയിലിന് കിടക്കാനുള്ള സൈസ് നമ്മുടെ വീട്ടിലെ കേജിന് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും 2 കൊക്കറ്റയിലിനും കൂടെ മേടിച്ചേനെ. അതുപോലെ നമ്മുടെ കടയിൽ ഇപ്പോൾ കുറെ മീനുകളുടെ സ്റ്റോക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആവശ്യമുള്ളവർ നേരെ നമ്മുടെ കടയുടെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ദൂരെയൊക്കെ ഉള്ളവർക്ക് മീനുകളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയറും ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ആൽബിനോ ലവ് ബേർഡ്സിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട്. ഈ ഇരിക്കുന്ന 2 ആൽബിനോ ലവ് ബേർഡ്സിനെയാണ് നമ്മൾ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ഇന്നതേ ഈ ഇരിക്കുന്ന ആളെ കണ്ടു. ഇവനാണ് നമ്മുടെ ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ മുട്ട വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞ്. ഇവൻ ഇന്നലെയാണ് പോട്ടിൽ നിന്ന് ഇറങ്ങി തീറ്റയൊക്കെ തിന്നാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.